ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാസ്ത റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മയണൈസ് ഒക്കെ ചേർത്തിട്ടുള്ള നല്ല മയണൈസ് പാസ്ത റെസിപ്പിയാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചിക്കനും വെജിറ്റബിൾസൊക്കെ ചേർക്കുന്നുണ്ട്. ചിക്കനൊക്കെ ഓപ്ഷണലാണ്. ചിക്കൻ ഇല്ലാതെയും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആ ഒരു വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. പാസ്ത ഓരോന്നോരോന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് 1/2 കിലോ പാസ്ത വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു 1/2 കിലോയുടെ പാക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആ വെള്ളം ഒന്ന് തിളച്ച് വന്ന ശേഷം ആട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. തിളക്കുന്നതിന് മുന്നേ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ തിളച്ച് വന്ന ശേഷം അതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഓവർ കുക്ക് ആവരുത്, നല്ല സോഫ്റ്റായിട്ട് എന്നാൽ വേവാതിരിക്കുകയും ചെയ്യരുത്. ആ രീതിയിലുള്ള ഒരു പരുവാകുമ്പോൾ നമുക്കിത് ഇതിൽ നിന്ന് ഊറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ ഓവർ കുക്കായ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഷേപ്പൊക്കെ മാറി അത് പൊട്ടിപ്പോവും. അപ്പോൾ കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല, കഴിക്കുമ്പോഴും എന്തോ പോലെ ആയിരിക്കും. അപ്പോൾ ഇത്രയും വെന്താൽ മതി. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. അപ്പോൾ ഞാനിത് അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് അധികം തന്നെ പച്ചവെള്ളം ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ പശയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ തമ്മിലൊട്ടി പിടിക്കൊന്നുമില്ല. അപ്പോൾ കുറച്ച് പച്ചവെള്ളം, അപ്പോൾ ഞാൻ 1 ലിറ്ററിലെ കുപ്പിയിൽ 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് വരട്ടെ. അപ്പോഴേക്ക് ഇതിക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ട് പാന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആ ഓയിലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആദ്യം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ അതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ 1/4 പകുതി മതി. അതുപോലെ ചെറുതാണെങ്കിൽ ഒന്ന് മുഴുവനായിട്ട് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞിട്ട് അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമുക്കിത് വെജിറ്റബിൾ പാസ്ത രീതിയിൽ ഈ മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കുക. അപ്പം ഞാനിതിലേക്ക് ചിക്കനും കൂടെ ചേർക്കുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അതാ ഒരു ക്യാപ്സിക്കം അതും ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊണ്ടിട്ടാണ് ഈ ഒരു പാസ്ത നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒറിഗാനോ ആണ്. അപ്പോൾ 1 ടീസ്പൂൺ ഒറിഗാനോ ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂണ് വറ്റൽമുളക് ക്രഷ് ചെയ്തതും കൂടെ അതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒറിഗാനോ നമുക്ക് പിസ്സയുടെ ടേസ്റ്റിലൊക്കെ വരുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒറിഗാനോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ആയതിന് ശേഷം നമുക്കതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് എഗ്ഗ്ലെസ് അല്ല കേട്ടോ, എഗ്ഗ് ചേർത്തിട്ടുള്ള മയോണൈസ് തന്നെയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള മയോണൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എഗ്ഗ്ലെസ്സും ചേർത്ത് കൊടുക്കാം, എഗ്ഗ് ചേർത്തിട്ടുള്ള മയോണൈസും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എഗ്ഗ് ചേർത്തിട്ടുള്ള മയോണൈസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 കപ്പും ചിലപ്പോൾ 1.5 കപ്പായാലും ഇതിലേക്ക് കൂടി പോകുമൊന്നുമില്ല. 1.5 കപ്പാകുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. പിന്നെ അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുരുമുളകും ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് ചെറുതായിട്ട് പിച്ചിയിട്ടാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്തിട്ടുള്ളത്. പിന്നെ ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളെ മയോണൈസിൽ ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് തന്നെ അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള പാസ്ത അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഉടയാതെ വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വീഡിയോ കുറച്ച് ഫാസ്റ്റ് ആക്കിയോണ്ടാണ് ഞാൻ സ്പീഡിൽ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നത്. ഞാൻ സാവധാനം ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ മയോണൈസ് കുറച്ചുകൂടി ഉണ്ടായാൽ നിങ്ങൾക്ക് ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മയോണൈസിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു പാസ്ത റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി കൂടുതൽ കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒറിഗാനോ അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കാണാനൊരു ഭംഗിയുണ്ടാവും. അതുപോലെ അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ ഒരു ഫ്ലേവർ ഒന്നും കൂടെ ഒന്ന് വരാനൊക്കെ വേണ്ടിയിട്ട് ഒറിഗാനോ ഒക്കെ ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഒറിഗാനോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഫ്ലേവറൊക്കെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാനത് ചേർക്കുന്നുണ്ട് കേട്ടോ. പിസയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടമാവും. അത് കുറച്ചൊന്ന് അതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചൊരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ഈ ഒരു സമയത്ത് ഇട്ടു. നമ്മൾ ഓൾറെഡി ഇതൊക്കെ ഇട്ടതാണ്, അപ്പോൾ ഒന്നും കൂടെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാസ്ത റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്